നെയ്യാറ്റിൻകര ഗോപന്റെ സംസ്കാര ചടങ്ങുകൾ തുടങ്ങിയിട്ടുണ്ട്. മോർച്ചറിയിൽ നിന്ന് മൃതദേഹം പദയാത്രയായാണ് വീട്ടിലേക്ക് എത്തിച്ചത്. വി.എസ്. അനുരാഗ്, അവിടെ ഇപ്പോൾ ഈ മൃതദേഹം അടക്കം ചെയ്യാനുള്ള നടപടികൾ എങ്ങനെ പുരോഗമിക്കുന്നു? അല്പസമയം മുൻപാണ് മോർച്ചറിയിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്ത് നാമജപ ഘോഷയാത്രയോടെ വീട്ടിലെത്തിച്ചത്. ഇപ്പോൾ ഈ നേരത്തെ ഉണ്ടായിരുന്ന സമാധി മണ്ഡപം, അതിന് സമീപത്ത് തന്നെയാണ് പുതിയ സമാധി മണ്ഡപം ഒരുക്കിയിരിക്കുന്നത്. വീട്ടുവളപ്പിൽ കഴിഞ്ഞ ദിവസം പൊളിച്ചു നീക്കിയ സമാധിയറയുടെ അതേ സ്ഥലത്താണ് പുതിയ പീഠം ഒരുക്കിയിരിക്കുന്നത്. ഋഷിപീഠം എന്ന് പേരുള്ള പുതിയ മണ്ഡപമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഈ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു നേരത്തെ മൃതദേഹം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു നാമജപ ഘോഷയാത്രയായി വലിയ ചടങ്ങോടുകൂടി തന്നെയാണ് ഇവിടേക്ക് എത്തിച്ചത്. വലിയ ഒരുക്കങ്ങൾ ഇവിടെ ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടനകൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. വലിയ പന്തലൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതിനൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഋഷിപീഠം എന്ന പേരുള്ള പുതിയ മണ്ഡപത്തിലാണ് ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നത് പോലെ സമാധി ഇരിക്കുന്ന രീതിയിൽ ഇപ്പോൾ സമാധി ഒരുക്കിയിരിക്കുന്നത്. അതിൽ നമ്മൾ പോസ്റ്റ്മോർട്ടത്തിനായി ഇത് പൊളിച്ചു നീക്കുമ്പോൾ കണ്ടതുപോലെ തന്നെ ഭസ്മവും കർപ്പൂരവും അടക്കമുള്ള കാര്യങ്ങൾ നിറച്ചുകൊണ്ട് തന്നെയാണ് പുതിയ ഇതും ഒരുക്കിയിരിക്കുന്നത്. സ്വാമി മഹേശ്വരാനന്ദ സരസ്വതിയുടെ കാർമ്മികത്വത്തിലാണ് ഈ നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊപ്പം തന്നെ വിവിധ മഠത്തിൽ നിന്നുള്ള സന്യാസിമാരും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ആന്തരാവയവങ്ങളുടെ പരിശോധനാ ഫലം ലഭിച്ചാൽ മാത്രമേ മരണകാരണം അറിയാൻ കഴിയൂ എന്നുള്ള ഒരു ദുരൂഹത കൂടി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യം പറയാതെ പോകാൻ വയ്യ എന്നുള്ളതാണ്. ഡോക്ടർമാരുടെ സംഘം ഇക്കാര്യം പോലീസിനെ അറിയിച്ചിട്ടുമുണ്ട്. മരണത്തിൽ അസ്വാഭാവികത ഇല്ല എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ശരീരത്തിൽ ക്ഷതമോ മുറിവോ ഇല്ല. മരണം നടന്ന സമയത്തെക്കുറിച്ചും അവ്യക്തതയുണ്ട് എന്നുള്ളതാണ്. തലയിൽ കരുവാളിച്ച പാടുകൾ ഉണ്ട് എന്നുള്ളതാണ് ഒരു ദുരൂഹത. അതിനൊപ്പം മരണകാരണം കണ്ടെത്താൻ 3 പരിശോധനാ ഫലങ്ങൾ പുറത്തു വരണമെന്ന് കൂടി പോലീസ് വ്യക്തമാക്കുന്നു. ശ്വാസകോശത്തിൽ ഭസ്മം കലർന്നിട്ടുണ്ട് എന്നുള്ള സംശയമുണ്ട്. തലയിലെ കരുവാളിച്ച പാടുകൾ പരിക്കിൻ്റെതാണോ എന്നുള്ളതും പരിശോധിക്കേണ്ടതുണ്ട്. അതിനൊപ്പം വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ടോ എന്നറിയണമെങ്കിൽ ആന്തരാവയവങ്ങളുടെ പരിശോധനാ ഫലം നെയ്യാറ്റിൻകര ഗോപന്റെ സംസ്കാര ചടങ്ങുകൾ അവിടെ പുരോഗമിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്